അച്ഛൻ ഈ ദിവസങ്ങളിലൊക്കെ മാസങ്ങളായിട്ട് ഇങ്ങനെ എത്രയോ വചനങ്ങളാണ് ഒരു ചെറിയ ചെറിയ ഷോർട്സുകളായിട്ട് നിങ്ങളുടെ മുന്നിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ വചനം കേട്ട് കഴിയുമ്പോൾ ഓരോരുത്തർ അച്ഛനെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് മെസ്സേജ് അയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് പറയും, അച്ഛാ വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ, വചനം ധ്യാനിച്ചു കഴിഞ്ഞപ്പോൾ രോഗസൗഖ്യം കിട്ടി, അച്ഛാ ഹൃദയത്തിന് സമാധാനം കിട്ടി, ഞാൻ ആഗ്രഹിച്ചിരുന്ന കാര്യം നടന്നു, ജീവിതത്തിനൊരു പുത്തുണർവ് കിട്ടി. കണ്ടോ, വചനം ജീവിക്കുന്നതാണ് വചനം. മാർക്കോസ് 13:31 ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോകില്ല. കടന്നു പോകാത്ത വചനം ആര് വായിക്കുന്നോ ധ്യാനിക്കുന്നുവോ അവൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് 100% അച്ഛൻ്റെ ബോധ്യമാണ്. ചോരവണ്ട് അച്ഛനെ എഴുത്തരാം. വചനം ആര് വായിക്കുന്നോ ആര് ധ്യാനിക്കുന്നോ അവരുടെ ജീവിതത്തിൽ മഹാത്ഭുതങ്ങൾ, അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം നടക്കും. അതുകൊണ്ടല്ലേ മത്തായി 4:4 പറയുന്നത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിൻ്റെ അധരങ്ങളിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടാണ് ജീവിക്കുന്നത്. യെശയ്യാ 40:8 പുല്ല് കരയുന്ന പുഷ്പം പാടുന്നു, എന്നാൽ ദൈവത്തിൻ്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. യോഹന്നാൻ 1:1 ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, ലോഗോസ് ദൈവമായിരുന്നു. ഈ വചനം ആരൊക്കെ ഭക്ഷിക്കുന്നുവോ, ഈ വചനം ആരൊക്കെ ധ്യാനിക്കുന്നുവോ അവർ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് മാറും. കർത്താവിൻ്റെ കൃപ നിങ്ങളിൽ നിറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അച്ഛൻ ഇതൊരു ഇൻവിറ്റേഷൻ തരികയാണ്. കൂടുതൽ ഈ വചനം വായിക്കണം, വചനം വായിച്ച് ധ്യാനിക്കണം. സങ്കീർത്തനം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയില്ലേ, ഹു ബ്ലെസ്ഡ് ആർ ദ വൺ ഹു പോണ്ടേഴ്സ് ഓവർ ദ ലോ ഓഫ് ദ ലോർഡ് ഡേ ആൻഡ് നൈറ്റ്. ആരാണോ ദൈവത്തിൻ്റെ വചനത്തെ പറ്റി രാവും പകലും ധ്യാനിക്കുന്നത് അവൻ അനുഗ്രഹീതനാണ്. അനുഗ്രഹിക്കപ്പെട്ട ജീവിതം വേണോ? ഈ വചനം വായിച്ച്, വചനം രാവും പകലും ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് ഒന്ന് വായിച്ച് ധ്യാനിച്ച് മനനം ചെയ്തൊന്ന് ജീവിച്ച്. അച്ഛൻ ഓർക്കുകയാണ്, അച്ഛൻ സെമിനാരി പഠിക്കുന്ന കാലഘട്ടത്തിൽ ചിലപ്പോൾ സെമിനാറിലേക്ക് കുളിക്കാനൊക്കെ അരമണിക്കൂറൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അച്ഛൻ ഓടിച്ചെന്ന് 5 മിനിറ്റ് കൊണ്ട് കുളിച്ചിട്ട് നേരെ ഇവിടെ വചനം വായിക്കാൻ പോയിരിക്കും. ഉണ്ട്, അച്ഛൻ്റെ ബൈബിളാണിത്. കംപ്ലീറ്റ് ഇങ്ങനെ വരച്ചിട്ടേക്കാണ്. അപ്പോൾ കംപ്ലീറ്റ് ഇങ്ങനെ വരച്ചിട്ടേക്കാണ്. അപ്പോൾ അച്ഛനെ സ്പർശിക്കുന്ന വചനങ്ങൾ വരച്ചിടാമെന്നാണ് അച്ഛൻ ആദ്യം കരുതിയിരുന്നത്. പക്ഷേ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഉൽപ്പത്തി മുതൽ ഇങ്ങനെ വായിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാ വരികളും ഇങ്ങനെ സ്പർശിക്കുകയാണ്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനത്തിൽ, ബൈബിളിൽ നമ്മളെ സ്പർശിക്കാത്തതായിട്ടുള്ള ഒന്നും ഉണ്ടാവില്ല. വചനം വായിക്കാനുള്ള കൃപ കർത്താവെ തരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. വചനം കാണാപ്പാടമൊക്കെ പഠിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കിട്ടണം. വചനത്തോടൊരു ദാഹം വേണം. ഈ വചനം ഹൃദയത്തോടെ നമ്മൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആത്മാവിന് അഭിഷേകം കിട്ടും, ശരീരത്തിന് ഒരു ഉണർവ് കിട്ടും. അതല്ലേ യോഹന്നാൻ 6:61 ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് ഈ വചനം എന്ന് പറയുന്നത്. അപ്പോൾ വചനം കൂടുതൽ പഠിക്കുക, വചനം കൂടുതൽ വായിക്കുക, വചനം കാണാപ്പാടമൊക്കെ പഠിക്കുക. ജീവിതത്തിൻ്റെ ഏത് സന്ദർഭങ്ങളിലും വചനം ഉപയോഗിക്കുക. അതല്ല മത്തായി 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. മത്തായി 4-ാം അധ്യായം 7-ാം വാക്യം, 10-ാം വാക്യം, 4-ാം വാക്യത്തിലൊക്കെ പിശാച് കർത്താവിനെ പ്രലോഭനത്തിലേക്ക് വഴി നടത്തുമ്പോൾ കർത്താവ് വചനം പറയുകയാണ്. നിയമാവർത്തനത്തിൽ നിന്നുള്ള വചനം ഉപയോഗിച്ചാണ് കർത്താവ് പിശാചിനെ ദൂരീകരിച്ചിരുന്നത്, കർത്താവ് പിശാചിനെ ഓടിച്ചു വിട്ടത്. കണ്ടോ, ഇതുപോലെ ഈ ലോകത്തിന് തിന്മകളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ വാതിൽക്കൽ നിൽക്കുകയാണ്. ജഡികമായ വികാരങ്ങൾ, മദ്യപാനം, വ്യഭിചാരം, സ്വവർഗഭോഗം, അങ്ങനെ തിന്മകളിൽ നിന്ന് തിന്മകളിലേക്ക്, കാമകിളികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. യുദ്ധം, പക, വെറുപ്പ്, വിദ്വേഷം, അങ്ങനെയൊക്കെ ഒത്തിരി തിന്മകൾ പൈശാചിക സ്വാധീനത്തിലൂടെ നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ട്. എന്തിനേറെ ഭയം, വിദ്വേഷം, വെറുപ്പ്, നിരാശ തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ, ആന്തരികമായ മുറിവുകൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ നിന്ന് മനുഷ്യർക്ക് ഇന്ന് വിടുതൽ ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഈ വിടുതൽ ലഭിക്കാനായിട്ട് വേറൊരു വഴിയില്ല. നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വായിക്കണം, ധ്യാനിക്കണം, ആ വചനത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. സങ്കീർത്തനം 17:4 അങ്ങയുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനം ഞാൻ അനുസരിച്ചു, അക്രമികളുടെ പാതയിൽ ഞാൻ ഒഴിഞ്ഞു നിന്നു. കണ്ട, കർത്താവിൻ്റെ വചനം എന്ത് ചെയ്യണം? അനുസരിച്ച് കഴിയുമ്പോൾ അക്രമികളുടെ പാതയിൽ നിന്ന്, തിന്മയുടെ പാതകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ജീവിക്കാനായിട്ടുള്ള കൃപ നമുക്ക് കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛൻ്റെ ഈ ഷോർട്ട് വീഡിയോസിലൂടെ, ഈ വചന സന്ദേശത്തിലൂടെ ഒറ്റ ലക്ഷ്യമുള്ളൂ, വചനം നിങ്ങൾ വായിക്കണം, കുത്തിയിരുന്ന് വായിക്കണം. രാവും പകലും കർത്താവിൻ്റെ ഈ വചനം വായിച്ച് ധ്യാനിച്ച് നിങ്ങൾ അഭിവൃദ്ധിപ്പെട്ട് ജീവിതം കുറേ കൂടി അഴകുള്ളതാകും. നമ്മൾ ആത്മീയ മനുഷ്യരായിട്ട് മാറും. ജഡത്തിൻ്റെ മേഖലകളിൽ ജീവിക്കുന്നവരല്ല, ആത്മീയ മനുഷ്യരായിട്ട് മാറും, കൂടുതൽ കൃപയുള്ള മനുഷ്യരായിട്ട് മാറും. ഈശോ നിങ്ങളെ വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ അനുഗ്രഹിക്കട്ടെ എന്ന് അച്ഛൻ ആശംസിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ.